ഇന്ന് നമ്മൾ ചിന്തിക്കാനായി ശ്രമിക്കുന്നത് ആരാധനയിലൂടെ എങ്ങനെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ വേർഷിപ്പ് എന്ന വിഷയമാണ്. ആരാധനയിൽ എങ്ങനെയാണ് നമുക്ക് ദൈവം വെളിപ്പെട്ടു വരുന്നത് തിരിച്ചറിയാനായി സാധിക്കുന്നത്? ആരാധനയിലൂടെ എങ്ങനെയാണ് ദൈവം നമ്മുടെ മുന്നിൽ എത്തുന്നതിനെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുക? ആരാധനയിലൂടെ ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന വഴികൾ ഏതൊക്കെയാണ്? ആരാധനയിലൂടെ എങ്ങനെയാണ് ദൈവവുമായുള്ള ഈ ഒരു വെളിപാട് കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. വെളിപാട് എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരിലാണ്, അഥവാ റെവലേഷൻ. എങ്ങനെയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്ന് നമുക്കറിയാം. യേശുവിൻ്റെ പ്രിയ സ്നേഹിതനായിരുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് അവിടെ വെച്ച് ആത്മവിവശതയിൽ ദൈവം അദ്ദേഹത്തിന് സ്വർഗീയ യെരുശലേമിൽ നടക്കുന്ന വലിയൊരു ആരാധനയെ കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗീയ യെരുശലേമിൽ നടക്കുന്ന വലിയൊരു ആരാധന അദ്ദേഹം കാണുമ്പോൾ ഇതുവരെ അദ്ദേഹം ഭൂമിയിൽ കണ്ട ആരാധനകളുമായൊന്നും അതിന് ഒരു ബന്ധവുമില്ല എന്നും അതിനേക്കാൾ അപ്പുറമായി ദൈവ സാന്നിധ്യമുള്ള ഒരു ആരാധനയായി യോഹന്നാൻ അത് മനസ്സിലാക്കി നമുക്ക് വേണ്ടി എഴുതി വെച്ച പുസ്തകമാണ് വെളിപാട് പുസ്തകം. അങ്ങനെയെങ്കിൽ വെളിപാട് പുസ്തകം എന്നത് ദൈവ ആരാധന എങ്ങനെയാണ് എന്നും ദൈവ ആരാധനയിലൂടെ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ ദൈവം എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് വെളിപ്പെട്ട് വരുന്നതെന്നും പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. പഴയ നിയമ കാലഘട്ടത്തിൽ എങ്ങനെയാണ്, ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വെളിപാടുകൾ അല്ലെങ്കിൽ റെവലേഷൻസ് വന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പ്രധാനമായും ചില ഡിസിഷൻസ് എടുക്കേണ്ടുന്ന സമയത്താണ് രാജാക്കന്മാർക്ക് വെളിപാടുകൾ വേണ്ടി വന്നിരുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, ചില കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ വെളിപാടുകൾ അവർക്ക് ലഭ്യമായിരുന്നില്ല എന്നതാണ്. വെളിപാടുകൾ ലഭ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അവർക്ക് മറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവം സംസാരിക്കാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദൈവം എവിടെ പോയി എന്ന് അവരാലോചിച്ചു പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവികമായ വെളിപാടുകൾ ലഭിക്കാതെ, ദൈവികമായ റെവലേഷൻസ് അവർക്ക് കിട്ടാതെ അവർ ഒന്നും മൂവ് ചെയ്യാൻ പറ്റാതെ നിന്നുപോയ സാഹചര്യങ്ങളാണ്. അങ്ങനെ ഒരു കാലഘട്ടം ബൈബിളിലുണ്ട്. ആ കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത് പഴയ നിയമത്തിൽ മലാഖിയുടെ പ്രവചനം കഴിഞ്ഞാൽ അതിനിടയിൽ ഏകദേശം ഒരു 430 വർഷത്തോളം നമ്മൾ വായിക്കുന്ന ഗോഡ് വാസ് സൈലൻറ്റ്, ദൈവം സൈലൻ്റ് ആയിരുന്ന ഒരു കാലഘട്ടമാണ്. അതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു 430ഓളം വർഷത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ നോക്കിയാൽ ദൈവം ജനത്തോട് അധികമൊന്നും സംസാരിക്കാതെ ദൈവം വെളിപ്പെടുത്താതെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. എല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ദൈവം വെളിപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ദൈവിക വെളിപ്പാടുകൾ ലഭിക്കാതിരുന്ന സമയത്ത് പുരോഹിതന്മാരോട് അരുളപ്പാട് ചോദിക്കുക എന്നൊരു രീതി പഴയ നിയമത്തിലെ രാജാക്കന്മാർ ചെയ്തു പോന്നിരുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം 29-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളും ഒരുമിച്ച് നമ്മൾ പഠിക്കാനായി ശ്രമിക്കുമ്പോൾ ദാവീദ് ഒരു ദൈവിക ആലോചന ചോദിക്കുന്നതിന് വേണ്ടി അബ്യാഥാർ പുരോഹിതൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അമാലേക്യരോട് യുദ്ധത്തിന് പോകുന്നു, അതിനുള്ള ഒരാഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷേ ദൈവിക ആലോചന എന്താണെന്ന് ഞങ്ങൾക്കറിയണം, ദൈവികമായ വെളിപാട് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു. അദ്ദേഹം ഈ ദൈവിക വെളിപാട് ചോദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അദ്ദേഹം ഏഫോദ് ധരിച്ചു വരികയാണ്. ഏഫോദ് എന്ന് പറഞ്ഞാൽ പുരോഹിത വസ്ത്രത്തിന് പുറത്ത് കെട്ടിവയ്ക്കുന്ന ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു പ്ലേറ്റാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ട് ഇല്ല എങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അറിയാം. ഏഫോദ് എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. അതിന് ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറയും. നമ്മുടെ ഈ പടച്ചട്ട പോലെ ഒരു പുരോഹിതൻ്റെ ഈ ഒരു ഭാഗത്ത് ചെസ്റ്റിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. ബാക്കിൽ 2 കെട്ട് കാണും, ഇവിടെയും ഒരു കെട്ട് കാണും. ഇതിനകത്ത് 12 ഗോത്രങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിയ 12 കല്ലുകൾ കാണും.
മൂല്യമുള്ള കല്ലുകൾ ഇങ്ങനെ വച്ചിട്ടുണ്ടാകും. അതിന് താഴെ ഓരോ ഗോത്രങ്ങളുടെയും പേരുകൾ എഴുതിയിട്ടുണ്ടാകും. ഇതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ കുപ്പായോട്ട് നിൽക്കുന്നു. എൻ്റെ ഈ കുപ്പായത്തിൻ്റെ ഇടയിലൂടെ എനിക്ക് എന്ത് ചെയ്യാം? കൈ ഇടാനായിട്ട് പറ്റും. ഇതിനകത്ത് ചെറിയൊരു പോക്കറ്റുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റില്ല അല്ലേ? അത് ഇതിനകത്തൊരു ചെറിയൊരു പോക്കറ്റുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് കൈയിടാൻ പറ്റും. ഇതിനകത്തൂടെ കൈയിട്ട് ഇതിനകത്ത് ഊറിയും തുമ്മിയും എന്ന് പറയുന്ന 2 വസ്തുക്കൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് പുരോഹിതന് ആ സമയത്ത് കാണാൻ പോലും പറ്റില്ല, കൈവച്ചാൽ അറിയാനായിട്ട് കഴിയും. ഇത് ഈ ബ്രസ്റ്റ് പ്ലേറ്റിന് അകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പുരോഹിതൻ കൈവച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം റെവലേഷൻ കൊടുക്കുമെന്നതാണ് വിശ്വാസം. അതുകൊണ്ട് നിർണായകമായ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട സമയത്ത് രാജാക്കന്മാർ ഈ ഏഫോദ് ധരിക്കാനായി ഒരു കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാരെ വിളിച്ചു വരുത്തും. അവരോട് ചോദിക്കും, എന്താണ് ദൈവിക ആലോചന? ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. ശൗല് പറയുകയാണ്, എനിക്ക് ഊറിയും കൊണ്ടോ തുമ്മിയും കൊണ്ടോ ഒരു ദൈവത്തിൻ്റെ ബോധ്യങ്ങളും കിട്ടുന്നില്ല, ദൈവം വെളിപാടുകൾ തരുന്നില്ല, ദൈവം സംസാരിക്കുന്നില്ല, ദൈവം പ്രവാചകരിലൂടെ സംസാരിക്കുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെയാണ് ശൗല് മുന്നോട്ട് പോയി വെളിപാട് കിട്ടാത്തത് കൊണ്ട് ഒരു വെളിച്ചപ്പാടത്തിയുടെ അരികിലേക്ക് പോകുന്നത്. അപ്പോൾ ദൈവിക വെളിപാടുകൾ നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ അരികിലേക്ക് ആലോചനകൾ ചോദിച്ച് പോകേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവമക്കൾക്ക് ദൈവിക ആലോചന ചോദിക്കുന്നതിന് വേണ്ടി ഒരു മഹാപുരോഹിതനെ നൽകിയിട്ടുണ്ട്. ആ മഹാപുരോഹിതൻ്റെ പേരാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു. അവൻ്റെ ഹൃദയത്തിനുള്ളിൽ എല്ലാത്തിനും മറുപടിയുണ്ട്. അവൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്ന് നമ്മൾ ഓർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥൻ വരുമ്പോൾ നമ്മളോട് യേശു പറയുകയാണ്, അവൻ നിങ്ങൾക്ക് സകല കാര്യങ്ങളും വെളിപ്പെടുത്തി തരും, നിങ്ങൾക്ക് സകല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റെവലേഷൻ തരും. ഇന്നലകളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാവി എന്തായിത്തീരും, ഇതെല്ലാം റെവലേഷനാണ്, വെളിപാടാണ്. ഇത് കിട്ടണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറപടിയായി ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കും, ദൈവം നമ്മളോട് നേരിട്ട് ഇടപെടും. പഴയ നിയമ കാലഘട്ടത്തിൽ ജനത്തോട് ഇത് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി പുരോഹിതന്മാരെ പ്രത്യേകം ദൈവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി നിയോഗിച്ചിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും കൃപമേൽ കൃപ വന്ന് നിങ്ങളെല്ലാവരും പുരോഹിത വംശത്തിൻ്റെ ഭാഗമായി ആയതിനാൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന അച്ചാരത്താൽ നിങ്ങൾക്ക് ദൈവികമായ വെളിപാടുകൾ ലഭിക്കും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ആ ആഗ്രഹങ്ങളെ ദൈവത്തോട് ചോദിക്കണം. ദൈവികമായ വെളിപാടുകൾ കിട്ടാനായി, ദൈവികമായ ദർശനങ്ങൾ ലഭിക്കാനായി, ദൈവികമായ ആലോചനകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ദൈവത്തോട് നമ്മളത് ചോദിക്കുകയും വേണം. വെളിപാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഒരു സ്വർഗീയ ആരാധനയെ നമ്മളവിടെ കാണുകയാണ്. ഒരു ആരാധനയിൽ എങ്ങനെയാണ് ദൈവം വെളിപ്പെട്ട് വരുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായി ശ്രമിച്ചു വരുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ സിയോൻ മലയിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സിയോൻ മലയിൽ അവർ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ സങ്കീർത്തനങ്ങളിൽ നോക്കിയാൽ സങ്കീർത്തനങ്ങളിൽ അവർ പറയുന്നൊരു കാര്യമാണ്, സിയോൻ ഗീതങ്ങളിൽ ചിലത് പാടാനായി ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട്. 137-ാമത്തെ സങ്കീർത്തനത്തിലാണ്. 137-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ വായിക്കഴിഞ്ഞാൽ, സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളോട് പറഞ്ഞു, സിയോൻ ഗീതങ്ങൾ നിങ്ങളൊന്ന് പാടി നിങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവികമായ വെളിപാടുകൾ കിട്ടും. അപ്പോൾ ഈ സിയോൻ ഗീതമെന്ന് പറയുന്നത്, നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, സിയോൻ യാത്ര ചെയ്തതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ദൈവത്തെ ആരാധിക്കാനായി ഈ ജനങ്ങൾ പലയിടങ്ങളിൽ പാർത്തിട്ട് ഒരുമിച്ച് മലയിലേക്ക് കയറിപ്പോകും.
അവിടെ പോകുമ്പോൾ അവർ പാടുന്ന പാട്ടാണ് സിയോൻ ഗീതങ്ങൾ എന്ന് പറയുന്നത്. ഈ പാട്ടുകൾ പാടിയാണ് പോകുന്നത്. വെറുതെ എല്ലാ പാട്ടുകൾ പാടി ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് അവർ പോകുമ്പോൾ ദൈവികമായ വെളിപാടുകൾ അവർക്ക് ലഭിക്കും. ദൈവം അവരോട് സംസാരിക്കും, ദൈവം അവരോട് ഇടപെടുകയും ചെയ്യും. അങ്ങനെ ഈ സിയോൻ ഗീതങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ആരാധനകളിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കൊയറിൻ്റെ പാട്ടെന്ന് പറയുന്നത്. അവർ പാടുന്നത് ആരാധനയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ കൊയറിന് ഭയങ്കരമായ ഒരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയ സ്ഥലത്ത് ഞങ്ങൾക്ക് സിയോൻ ഗീതങ്ങൾ പാടാൻ കഴിയില്ല. പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കണം? നമ്മളൊരു റിലാക്സ്ഡ് മൈൻഡിൽ ഇരുന്നാലേ നമുക്ക് പാട്ട് പാടാനായിട്ട് കഴിയുകയുള്ളൂ. ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, മൈൻഡ് മാറിയിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് പാടാനായിട്ട് കഴിയില്ല. അവരോട് പറയുകയാണ്, സിയോൻ ഗീതങ്ങൾ നിങ്ങൾ പാടുമ്പോൾ ആ പാട്ടുകളിലൂടെ ദൈവം ജനത്തിന് വെളിപാട് നൽകും. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്കുള്ളിൽ ദൈവിക വെളിപാടുകൾ നൽകുന്നത് ഏതിലൂടെയാണ്? നമ്മൾ പാടുന്ന പാട്ടുകളിലൂടെ ദൈവം നമുക്ക് ദൈവിക ആലോചനകൾ നൽകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ആരാധനയിൽ സംബന്ധിക്കുമ്പോഴായിരുന്നാലും ആ പാട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പാട്ടിലൂടെ ദൈവം നിങ്ങളോട് ഇടപെടും. ആ പാട്ടിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ആ ദിവസത്തെ ആരാധനയുടെ വിഷയത്തിലേക്ക് നമ്മൾ ധ്യാനിക്കാനായിട്ട് വരുന്നത്. എല്ലാ ദിവസവും നമ്മൾ ആരാധനകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പാട്ടുകളെല്ലാം അന്നത്തെ ധ്യാനവുമായി കോറിലേറ്റ് ചെയ്തതായിരിക്കും. ഈ ആരാധനയിലൂടെ ദൈവിക വെളിപാട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ പാട്ടുകൾ ശക്തമായിട്ട് പാടണം. അതുകൊണ്ടാണ് പള്ളിയിൽ വരുമ്പോൾ എങ്ങനെ നിൽക്കാൻ പാടില്ല? പള്ളിയിൽ വരുമ്പോൾ നമ്മൾ നിൽക്കേണ്ട ചില പോസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ കയ്യിൽ പാട്ടുപുസ്തകം ഉണ്ടെങ്കിൽ പാട്ടുപുസ്തകം കൊണ്ടുവന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. 2, പാട്ടുപുസ്തകം ഇല്ല, നമുക്ക് പാട്ടെല്ലാം അറിയാമെങ്കിൽ വാ തുറന്ന് നന്നായിട്ട് പാടണം. ഇനി പാടുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തണം. വാദ്യ ഉപകരണങ്ങൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ പാടി ആരാധിക്കണം. അങ്ങനെ ആരാധനയിൽ ദൈവം വെളിപ്പെട്ട് വരുന്നത് ആദ്യം പാട്ടുകളിലൂടെയാണ്. എന്നാൽ ഈ പാട്ടുകൾ പാടാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് ദൈവിക വെളിപാടുകൾ അവർക്ക് കിട്ടിയിട്ടും ഇല്ല. 137 സങ്കീർത്തനം അതാണ് പറയുന്നത്. ഇവരെ പിടിച്ചുകൊണ്ട് എവിടെ പോയി? ബാബേലിൽ പ്രവാസികളായിട്ട് പോയി. അവിടെ പ്രവാസികളായിട്ട് പോയപ്പോൾ അവർക്ക് പാടാനായിട്ട് കഴിയുന്നില്ല. എങ്ങനെയാണ് അവർ പാടിയിരുന്നത്? കൂട്ടം കൂട്ടമായി ഒരുമിച്ച് വന്ന് ഒരു കോർപ്പറേറ്റ് വർഷിപ്പിൽ അവർ പാടി വന്നിരുന്നതാണ്. പാട്ടുകളില്ലാതെ വന്നപ്പോൾ, ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവത്തിനോട് ഉള്ള കൂട്ടായ്മകൾ അവർക്ക് കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അവർ സങ്കടപ്പെടുകയാണ്. ഞങ്ങളുടെ പാട്ടുകളിലെ കുറവ്, ഞങ്ങളുടെ സ്തോത്രഗീതങ്ങളിലെ കുറവ് ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പോരായ്മയായി വന്നിട്ടുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ വാക്യം, 137 സങ്കീർത്തനം 3-ാമത്തെ വാക്യം, അവർ പറയുന്നു, ഞങ്ങളെ പീഡിപ്പിച്ചവരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഇവരെ പിടിച്ചുകൊണ്ട് പോയവർ, ഇവരെ പരദേശികളായി പിടിച്ചുകൊണ്ട് പോയവരെ കുറിച്ച് പറയണം. അവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. അവർ ചോദിച്ചു, നിങ്ങളുടെ സന്തോഷം എവിടെ പോയി? നിങ്ങളുടെ സന്തോഷം എവിടെ പോയി? നിങ്ങളുടെ സന്തോഷം എവിടെയാണ്? അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് നമുക്കൊരു യഥാർത്ഥ സന്തോഷം ഉള്ളിൽ നിന്ന് കിട്ടാത്തത്? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എല്ലാവരും പള്ളിയിൽ ആരാധിക്കാൻ വരുന്നു, എല്ലാവർക്കും ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാവരും പള്ളിയിൽ വരുന്നുണ്ട്, എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ആ സന്തോഷം കിട്ടുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇവരോട് ചോദിക്കുകയാണ്, ഇവരെ പിടിച്ചുകൊണ്ട് പോയവർ, നിങ്ങളുടെ സന്തോഷം എവിടെ പോയി? നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ നിറഞ്ഞു നിന്ന ആനന്ദം എവിടെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? അപ്പോഴാണ് അവർ പറയുന്നത്, യെരൂശലേമേ, നിന്നെ ഞങ്ങൾ മറക്കുന്നു എങ്കിൽ എൻ്റെ വലം കൈ നിന്നെ മറന്നു പോകട്ടെ. യെരൂശലേം എന്ന് പറഞ്ഞാൽ എന്താണ് ജെറുസലേം? ജെറുസലേം എന്ന് പറഞ്ഞാൽ ആരാധനാലയമുള്ള സ്ഥലം, ദൈവാലയമുള്ള സ്ഥലം, ദൈവ ആരാധന നടക്കുന്ന സ്ഥലം. ഇസ്രായേൽ ഗോത്രങ്ങൾ 10 പ്ലസ് 2 ആകെ 12. ഈ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് നിന്നത് ആരുടെ കാലഘട്ടം വരെ മാത്രമായിരുന്നു?
ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ കാലഘട്ടം വരെ ഈ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരൊറ്റ ഇസ്രായേൽ രാജ്യമായിട്ട് നിലകൊണ്ടു. അതിനുശേഷം ഇത് 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്ന പേരിലും ബാക്കി 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ എന്ന പേരിലും അവർ മാറിപ്പോയപ്പോൾ ദാവീദിൻ്റെ പാരമ്പര്യത്തിലുള്ളവരെല്ലാവരും യഹൂദ രാജ്യത്തിലോട്ട് പോയി. അവിടെ നിന്നാണ് യേശുവിൻ്റെ ജനനം. ബാക്കി 10 ഗോത്രങ്ങൾ ഒറ്റ പേരിൽ ഇസ്രായേൽ എന്ന രാജ്യമായിട്ട് മാറി നിന്നു. അപ്പോൾ 10 ഗോത്രങ്ങൾ പ്ലസ് 2 ഗോത്രങ്ങൾ. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഒരുമിച്ചായിരുന്നപ്പോൾ ഇവർ ആരാധിച്ചിരുന്ന സ്ഥലം എവിടെയായിരുന്നു? യെരുശലേമിലായിരുന്നു. എന്നാൽ ഈ 10 ഗോത്രങ്ങൾ ഒരു രാജ്യമായി പ്രത്യേകം മാറിയപ്പോൾ ദൈവാരാധന നടക്കുന്ന സ്ഥലം മറ്റൊരു സ്ഥലത്തായിപ്പോയി. യഹൂദ എന്ന 2 ഗോത്രങ്ങൾ മാത്രമുള്ള സ്ഥലത്താണ് യെരുശലേം ദൈവാലയം നിലകൊള്ളുന്നത്. അപ്പോൾ ഈ 2 ഗോത്രങ്ങളുള്ള രാജ്യത്തിൽ ദൈവാലയമുണ്ട്, 10 ഗോത്രങ്ങളുള്ള സ്ഥലത്തെന്തില്ല? ദൈവാലയമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പുതിയൊരു സ്ഥലം അവരുണ്ടാക്കി. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശമരിയ. ഷെമർ എന്ന മനുഷ്യനിൽ നിന്ന് ഒമ്രി ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ വലിയൊരു സിറ്റി ബിൽഡ് ചെയ്തു. എന്നിട്ട് അതിന് ശമരിയ എന്ന അതിന് പേരിട്ടു. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ശമരിയയിലെ രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു അർത്ഥമാണ്. ഇതെല്ലാം ഒരു ഭൂപ്രദേശമാണ്. എന്നിട്ട് അവിടെ ബലിപീഠങ്ങൾ പണിതു. കാര്യം എന്താണെന്നറിയാമോ? അവിടുത്തെ രാജാവായിരുന്ന രഹബയാം രാജാവും യെരോബയാം രാജാവും 2 പേര് 2 രാജ്യങ്ങളിൽ ഭരിക്കുകയാണ്. ഒരു രാജാവ് ചിന്തിക്കുകയാണ്, എന്തായാലും ദൈവത്തെ ആരാധിക്കാൻ വർഷത്തിൽ 3 പ്രാവശ്യം എല്ലാ പുരുഷന്മാരും അതുപോലെ ഇടവിട്ടുള്ള സമയങ്ങളിൽ സ്ത്രീകളും യെരുശലേം ദൈവാലയത്തിൽ പോകണമെന്നുള്ള ഒരു നിർബന്ധമുണ്ട്. പക്ഷേ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടും ഈ നിയമത്തിന് മാറ്റം വന്നിട്ടില്ല. ഇസ്രായേലിൽ നിന്ന് 10 ഗോത്രങ്ങളുടെ രാജാവ് ചിന്തിച്ചു, അങ്ങനെ ഒരിക്കൽ കൂടെ വീണ്ടും യഹൂദ രാജ്യത്തിൽ യെരുശലേം ദൈവാലയത്തിൻ്റെ അരികെ ആരാധിക്കാനായി ജനങ്ങൾ പോയിക്കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിച്ചേക്കാം. ഈ ജനങ്ങളെല്ലാം നേരെ മറ്റേ രാജ്യത്തോടുള്ള സ്നേഹത്തോട് പോയി യെരുശലേം ദൈവാലയമുള്ള സ്ഥലത്ത് അവരോട് കൂടുതൽ സ്നേഹവും ആ രാജാവിനോട് താല്പര്യവും കാണിക്കും. അതുകൊണ്ട് 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ എന്ത് ചെയ്തെന്നറിയാമോ? അവരവിടെ പല രീതിയിലുള്ള ബലിപീഠങ്ങൾ പണിത് കാളക്കുട്ടികളെ പണിത് അതിനെ ആരാധിക്കാനായി അവർ താല്പര്യം പ്രകടിപ്പിച്ചു. രാജാവ് തന്നെ അത് പണിത് കൊടുത്തു. അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ബഹുഭൂരിപക്ഷം ആർക്കാണ്? ഇസ്രായേലിനാണ്. യഹൂദ നല്ലൊരു ശതമാനം സമയത്തും സേഫായിരുന്നു. മനസ്സിലാക്കണം, യഹൂദ എന്ന ഈ രാജ്യം നല്ലൊരു സമയത്ത് സേഫാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഇസ്രായേൽ രാജ്യത്തിനാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ പിടിച്ചോണ്ട് പോയി, ഇസ്രായേൽ രാജ്യക്കാരെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ അവർ സങ്കടത്തോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളിപ്പോൾ 2 രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ദൈവാലയം ഇരിക്കുന്ന യെരുശലേമിനെ മറന്നു പോയാൽ, യെരുശലേമിനെ ഓർത്ത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാൻ കഴിയാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ പറഞ്ഞു, യെരുശലേമേ, എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷമായി മാറ്റാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ ആരാധനയെ എൻ്റെ മുഖ്യ സന്തോഷമായി മാറ്റിക്കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രയാസമാണ് എന്നതാണ് പറഞ്ഞു വരുന്നത്. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമാണ്. മനസ്സിലായോ? ഒന്നാമത് ദൈവം വെളിപ്പെടുന്നത് ഏതിലൂടെയാണ്? സ്തോത്രഗീതങ്ങളിലൂടെ. ദൈവത്തെ ആരാധിക്കാനായി ഒരുമിച്ച് അവർ പാട്ടുകൾ പാടിപ്പോകുമ്പോൾ ദൈവം അവരോട് സംസാരിക്കും, ദൈവം അവർക്ക് വെളിപ്പെടും. രണ്ടാമത് യെരുശലേം ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടും. പക്ഷെ ഇപ്പോൾ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകാനായി നിയമപരമായ തടസ്സം 2 രാജ്യങ്ങളായതുകൊണ്ടുണ്ട്. രണ്ടാമത്തെ തടസ്സം ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ട് പോയതുകൊണ്ടും അവർ ഇപ്പോൾ യെരുശലേം എന്ന ദൈവാരാധന നടക്കുന്ന സ്ഥലത്തെ മറന്നുപോയി. അതുകൊണ്ട് അവർ പറയുകൻ, യെരുശലേമേ, നിനക്ക് ഏത് സ്ഥാനം തരാൻ എനിക്ക് പറ്റിയില്ല എങ്കിൽ മുഖ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ യെരുശലേം എന്ന ദൈവാരാധനയുള്ള സ്ഥലത്തിന് എനിക്ക് 1-ാം സ്ഥാനം തരാൻ പറ്റിയില്ല എങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ
നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നമ്മുടെ നാവ് നമ്മുടെ ബാക്കിയകത്ത് ഒട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? എന്ത് സംഭവിക്കും? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗ്രാജുവലി മരിക്കും. അതാണ് സത്യം. അതാ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ദൈവ ആരാധനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഗ്രാജുവലി യു വിൽ ബി ഡൈ. നിങ്ങൾ എന്ത് ചെയ്യും? പതിയെ പതിയെ നിങ്ങൾ ആത്മീയമായി മരിക്കും. അപ്പോൾ ദൈവ ആരാധനകൾക്ക് ഏത് സ്ഥാനം കൊടുക്കണം? യെരൂശലേമേ നിനക്ക് മുഖ്യസ്ഥാനം നൽകിയില്ല എന്ന് പറഞ്ഞാൽ, യെരൂശലേം എന്ന് പറഞ്ഞാൽ ആരാധനാ സ്ഥലം അല്ലെങ്കിൽ ദൈവ ആരാധന. ജീവിതത്തിൽ ഏറ്റവും മുഖ്യ സ്ഥാനം നമ്മൾ എവിടെയായിരുന്നാലും ദൈവ ആരാധനകൾക്ക് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ദൈവ ആരാധനയ്ക്ക് മുഖ്യ സമയം നമ്മൾ കൊടുക്കണം. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ദൈവാലയം ഏതാണോ, ഇതാണെങ്കിൽ ഇത്, നിങ്ങൾ പോകുന്ന ദൈവാലയങ്ങൾ മറ്റൊന്നാണെങ്കിൽ അത്, എവിടെയായിരുന്നാലും ഏത് ദൈവാലയത്തിലായിരുന്നാലും ദൈവ ആരാധനകൾക്ക് മുഖ്യസ്ഥാനം കൊടുക്കണം. ഇല്ലെങ്കിൽ ഗ്രാജുവലി പതിയെ 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 നമുക്ക് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. മരണം എന്നത് ശാരീരിക മരണമല്ല, ആത്മീയമായി നമ്മൾ മരിച്ചു പോകും. നമുക്ക് എന്ത് കിട്ടില്ല? ദൈവികമായ വെളിപാടുകൾ കിട്ടില്ല, ദൈവികമായ ആലോചന കിട്ടില്ല. ആലോചന കിട്ടാതെ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മളിങ്ങനെ നിശ്ചലരായി നിന്നു പോകും. നമ്മുടെ വഴികളെല്ലാം അടയും. അതാണ് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമ്മളോട് ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും വെളിപാട് പുസ്തകത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. വെളിപാട് പുസ്തകം 14-ാം അധ്യായം, സിയോൻ മല, സിയോൻ ഗീതങ്ങൾ അത് പാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ദൈവാരാധന അവരോട് പറയുകയാണ്. അവിടെ അവർ ദൈവത്തിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും 144,000 പേരും നിൽക്കുന്നത് കണ്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ച തൃത്വത്തെക്കുറിച്ച് പഠിച്ചു, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ ഇവരാരെ ആണ് ആരാധിക്കുന്നത്? ദൈവത്തിൻ്റെ നാമം, പുത്രൻ്റെ നാമം, പരിശുദ്ധാത്മാവ്. അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. എത്ര പേരെയാണ് അവിടെ പറയുന്നത്? 144,000 പേർ, 144,000 പേർ അവർ നിൽക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത്? പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്നൊരു ഘോഷം, ഇവരുടെ ആരാധനയുടെ ഒരു ഘോഷം യോഹന്നാൻ വെളിപാടിൽ കാണുകയാണ്. ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ ഏകാഗ്രതയോടുകൂടെ ഇവർ ദൈവത്തെ ആരാധിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? വീണ മീട്ടുന്നത് പോലെയുള്ള സ്വരം, സിംഹാസനത്തിന് ചുറ്റും 4 ജീവികൾ, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ 144,000 പേർ. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരെന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്താണ് വാങ്ങിയത്? എന്ത് വില കൊടുത്താണ് 144,000 പേരെ വാങ്ങിയത്? എന്താണ് വില? യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയിൽ വാങ്ങിയവരാണ്. അവരെക്കുറിച്ച് പറയുന്നു, അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ. അവർക്കുള്ള ഒരു പ്രത്യേകത അവിടെ പറയുന്നത്, അവരിൽ ഫോഷ്ക്ക് ഒട്ടും തന്നെ ഇല്ല. 5-ാമത്തെ വാക്യമാണ്, അവർ ഫോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോഷ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ആരാധിക്കുമ്പോൾ അവരുടെ നാവ് എങ്ങനെയുള്ളതായിരുന്നു? നാവ് അത്രയും വിശുദ്ധിയുള്ള നാവായിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തിലേക്ക് നിങ്ങൾ പോകണം. 137-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കാൻ പറ്റിയില്ല എങ്കിൽ എൻ്റെ നാവ് ബ്ലോക്കായി പോകട്ടെ. അങ്ങനെയെങ്കിൽ നാവ് കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവർക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പറയുന്നു, ഇവർ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ നാവിൽ അവർക്ക് ഫോഷ്കില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല ദൈവിക വെളിപാടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, ദൈവിക ആലോചന കിട്ടണമെന്നുണ്ടെങ്കിൽ, മൂന്നാമത് നമുക്കുണ്ടാകേണ്ടത് ആരാധനയിൽ വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഫോഷ്ക് എന്ന ദുരാത്മാവ് നമ്മിൽ പൂർണ്ണമായും മാറ്റിത്തരാനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നു. ഒന്നാമത്, ദൈവം നമുക്ക് വെളിപാട് നൽകുന്നത് സ്തോത്രഗീതങ്ങൾ പാടുമ്പോഴാണ്. രണ്ടാമത്, ദൈവം നമുക്ക് വെളിപ്പെടുന്നത് ദൈവ ആരാധനകൾക്ക് മുഖ്യ സ്ഥാനം കൊടുക്കുമ്പോഴാണ്. ഞാനൊരു വാചകം പറഞ്ഞു, യെരൂശലേമേ നിനക്ക് ഞാൻ മുഖ്യസ്ഥാനം നൽകുന്നില്ല എങ്കിൽ, മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുത്താൽ ദൈവം നമുക്ക് നല്ല വെളിപാടുകൾ നൽകും. മൂന്നാമത്, നമ്മുടെ നാവിൽ ഫോഷ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദൈവത്തെ നല്ല രീതിയിൽ ആരാധിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ നമുക്ക് നൽകും. അതിലൂടെ ദൈവിക വെളിപാട് നമുക്ക് കിട്ടും. വായിക്കാം, വെളിപാട് പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യം. ഫോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. കളങ്കമില്ലാത്തവരെന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധി ഉള്ളവരായിരുന്നു. അവരെന്താണ് ചെയ്തത്? അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. അവരുടെ പക്കൽ ഒരു
വിലയേറിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വിലയേറിയ ഒരു കാര്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഏതാണെന്നറിയാമോ? 6-ാം വാക്യം, ഒടുവിലത്തെ ഒരു വാചകം അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്, നിത്യ സുവിശേഷം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? നിത്യമായ സുവിശേഷം. എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവിക വെളിപാടുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 4-മതായി നമ്മുടെ ഉള്ളിൽ വചനം നിറഞ്ഞിരിക്കണം. എന്ത് നിറഞ്ഞിരിക്കണം? വചനം നിറഞ്ഞിരിക്കണം. നമ്മൾ വേർഡ് ഓഫ് ഗോഡ് കൊണ്ട്, ദൈവവചനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഫില്ല് ചെയ്യണം. വചനം കൊണ്ട് നമ്മളെ നിറച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കും. വചനം കൊണ്ട് നിത്യസുവിശേഷം. നിത്യസുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു പറയുകയാണ്, എൻ്റെ വചനങ്ങളൊന്നും മാറിപ്പോകുന്നില്ല. നിത്യമായ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിൽ നിറയ്ക്കാനായി കർത്താവായ യേശു ആഗ്രഹിക്കുമ്പോൾ ഈ സുവിശേഷം എന്ന മഹാശക്തിയേറിയ ആത്മീയ അനുഗ്രഹം നമ്മുടെ ഹൃദയങ്ങൾക്കുള്ളിൽ നമ്മൾ നിറച്ചു വയ്ക്കണം. അത് നിത്യമായതാണ്. ഈ ലോകത്തിലെ ഒരു വസ്തുവിനും അതിനൊരു കളങ്കവും വരുത്താനായി സാധിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ സ്വർഗീയമായി ദൈവം നമുക്ക് നൽകിയ നിത്യ സുവിശേഷത്തെ ജീവിതത്തിൽ നിങ്ങൾ നിറച്ചുകൊണ്ടിരുന്നാൽ ഓരോ ദിവസവും നിങ്ങളോട് ദൈവം സംസാരിക്കും. ദൈവിക വെളിപാടുകൾ നിങ്ങൾക്ക് കിട്ടും. വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് വെളിപാടുകൾ നൽകും. 4 രീതിയിൽ ദൈവിക വെളിപാടുകൾ കിട്ടുമെന്ന് പറഞ്ഞു. ഓർമ്മിച്ച്, 1-മത്തെ കാര്യം, സ്തോത്രം ഗീതം പാടുമ്പോൾ, പാട്ട് പാടുമ്പോൾ വെളിപാട് കിട്ടും. 2, ദൈവ ആരാധനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്താൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. 3-മത്തെ കാര്യം, നമ്മുടെ നാവിൽ നിന്ന് ഫോഷ്ക്ക് മാറ്റിക്കളഞ്ഞാൽ ദൈവം നമ്മളോട് ഇടപെട്ട് ദൈവിക വെളിപാടുകൾ നൽകും. 4, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വചനത്തെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നിത്യ സുവിശേഷം നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിലൂടെ ദൈവം നമ്മളോട് ദൈവിക ആലോചന പറഞ്ഞു തരും. അങ്ങനെ 4 കാര്യങ്ങളിലേക്ക് നമ്മളെത്തി. നമ്മൾ വീണ്ടും വായിക്കുക 7-മത്തെ വാക്യം കഴിഞ്ഞ്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അവർ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. 5-മത്തെ കാര്യം, ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവിക വെളിപാടുകൾ നൽകും. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. എല്ലാത്തിൻ്റെയും മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഇന്നലെ നമ്മുടെ ആരാധനയിൽ നമ്മൾ ധ്യാനിച്ചു പോയ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദ് തൻ്റെ കൂടെയുള്ള 400 പേരെയും കൊണ്ടുപോയി അമാലേക്യരെ തോൽപ്പിച്ച് മടങ്ങി വരികയാണ്. ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന ഈ 400 പേർ, അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്, അവർ കടം ബാധ്യതകൾ ഉള്ളവരായിരുന്നു, അവർ ഞെരുക്കമുള്ളവരായിരുന്നു, അവർ തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഇല്ലാത്തവരായിരുന്നു. ഈ 400 പേരെയും കൊണ്ട് യുദ്ധത്തിന് പോയി അമലോക്യരെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ വിജയം, ഞങ്ങൾ അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആരുമായിട്ടും ഷെയർ ചെയ്യില്ല. എന്നാൽ അതിന് മറുപടിയായി ദാവീദ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമത്രേ നമുക്ക് ഈ വിജയം നൽകിയത്. ഈ വിജയത്തിൻ്റെ പരമാർത്ഥമായ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നിർവഹിച്ച് നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് എന്നോട് കൂടെയുള്ള നിങ്ങളോട്, എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്ന് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ എനിക്കിതിൻ്റെ മേന്മ അവകാശപ്പെടാനോ ഒരു രീതിയിലും കഴിയില്ല. എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവം നമ്മളോട് ദൈവിക വെളിപാടുകൾ നൽകും. ഓരോ ആരാധനകളിലൂടെയും അങ്ങനെ ദൈവിക വെളിപാടുകൾ നമുക്ക് ലഭിക്കും. ഓരോ ആരാധനകളിലൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് ഇതുപോലെ ഇറങ്ങി വരും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 148-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദൈവം ഈ ലോകത്തിലെ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പറയുകയാണ്. ദൈവത്തെ സ്തുതിപ്പിൻ, ദൈവത്തിൻ്റെ ദൂതന്മാരെ അവനെ സ്തുതിക്കും. അതുമാത്രമല്ല, ദൈവം സൃഷ്ടിച്ച സൂര്യചന്ദ്രന്മാരെ, ആകാശത്തിലെ ഗോളങ്ങളെ ദൈവത്തെ സ്തുതിക്കുവിൻ. അവൻ കൽപ്പിച്ചിട്ടുണ്ടാക്കപ്പെട്ട സകലവുമേ അവനെ സ്തുതിക്കുക. അതുമാത്രമല്ല, സമുദ്രത്തിലെ ജീവികളെ, പർവ്വതങ്ങളെ, മൃഗങ്ങളെ, യുവാക്കളെ, യുവതികളെ, നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുക എന്ന് പറയുകയാണ്. 13-ാമത്തെ വചനം, 148-ാം സങ്കീർത്തനം 13-ാമത്തെ വചനം. എന്നിട്ട് നമ്മൾ അവിടെ വായിക്കും, അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേൽ ഉന്നതമാണ്.
ഭൂമിക്കും ആകാശത്തിന് മുകളിൽ അത്യുന്നതനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വെളിപാടുകൾ നമുക്ക് കിട്ടുന്നില്ല എന്നത് നമ്മൾ ഓർക്കണം. ദൈവത്തെക്കാൾ വലുതായി നമ്മൾ ഏതിനെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിന് മുകളിൽ വലിയൊരു സ്ഥാനം കൊടുത്ത് ദൈവസന്നിധിയിൽ താഴ്ത്താതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവികമായ വെളിപാടുകൾ, ദൈവികമായ പാത്വേസ് നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുകയില്ല. എന്നിട്ട് ഒരു അഡ്വൈസ് തരികയാണ്, ഒരു ഉപദേശം തരികയാണ്. 14-ാമത്തെ വചനം, തന്നോട് അടുത്തിരിക്കുന്ന ജനമായി. അതായത് തന്നോട് അടുത്തിരിക്കുന്ന ജനമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് അടുത്തിരിക്കാനായി നമ്മൾ വരുന്നത് എവിടെയാണ്? ആരാധനാലയത്തിലാണ്. നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ നിങ്ങളുടെ വീടുകളിലെ വീട്ടു പ്രാർത്ഥനകളിലാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ ദൈവം തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയ്ക്കായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. ആ കൊമ്പിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. ഏതാണ് ഈ കൊമ്പ്? ആ കൊമ്പിൻ്റെ പേരാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു. പറയുകയാണ്, നിങ്ങൾക്കെന്ത് പ്രയാസമുണ്ടെങ്കിലും ദൈവം ഒരു റെവലേഷൻ തരികയാണ്, ഒരു വെളിപ്പെടുത്തലാണ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നവരെ, നിങ്ങൾക്ക് ഏതൊരു ക്രൈസിസ് വന്നാലും ഈ കൊമ്പിൽ, ഈ ദൈവത്തിൽ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. ഇത് വേറെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കണം. അങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എങ്ങനെയാണെന്നറിയാമോ? 2 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഒരു ആരാധനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ആ ആരാധനയിൽ ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഒന്ന്, കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവർ ദൈവത്തെ പാടി ആരാധിച്ചു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരുമിച്ചൊരു ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ദൈവമേ, നീ നല്ലവനാണ്, നിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് അവർ ഒരുമിച്ച് പാടുകയാണ്, ഒരുമിച്ച് ആരാധിക്കുകയാണ്. ഒരു ആരാധനയിൽ വന്നിരിക്കുന്ന ഒരു ആരാധനാ സമൂഹത്തിൽ ഓരോ മനുഷ്യനും പള്ളിയിൽ വന്നിരിക്കുമ്പോൾ ഈ വാക്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഭയങ്കര ദൈവാനുഗ്രഹം കിട്ടുന്ന ഒരു വാക്യമാണ് കേട്ടോ, മറന്നു പോകരുത്. ഏതാണ് ആ വാക്യം? ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ എപ്പോഴായിരുന്നാലും ആരാധനയിൽ ഇരിക്കുന്ന സമയത്തായാലും ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനൊരു ദൈവത്തിൻ്റെ ഒരു ദൂത് പോലെ പറയുകയാണ്. ഭയങ്കരമായ ബ്ലെസ്സിങ് നമുക്ക് കിട്ടും. ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവം നല്ലവനാണെന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദൈവം നല്ലവനാണെന്ന് ദൈവത്തിൻ്റെ മക്കൾ പറഞ്ഞ് കേൾക്കാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മക്കൾ ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ട് അവർക്കൊരു വിജയം കിട്ടുമ്പോൾ അവർ നിങ്ങളുടെ അടുക്കൽ അവർ വന്നത് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ലതെന്ന്, മക്കളെ കൊള്ളാം എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും? ഭയങ്കര സന്തോഷം തോന്നും അല്ലേ? എന്നാൽ നമ്മൾക്ക് ഒരു പ്രോത്സാഹനം കിട്ടാതെ വന്നാൽ നമുക്ക് എന്ത് തോന്നും? സങ്കടം തോന്നും. അതുപോലെയാണ് കർത്താവ് പറയുകയാണ്, ദൈവം നല്ലവനാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളെ നല്ല രീതിയിൽ അനുഗ്രഹിക്കും. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് കിട്ടി. അവർ ഏകസ്വരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ വലിയൊരു ദൈവ അനുഭവം അവിടെ മുൻപിൽ ലഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവാലയത്തിൽ വന്നാൽ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്? പറഞ്ഞേ, ദൈവം നല്ലവനാണ്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യനെ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ ചിന്ത ഇന്ന് അവസാനിപ്പിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം. അവിടെ പള്ളിയിൽ ആരാധിക്കാനായി വന്ന വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. വരണ്ട കൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു കൈ സ്വാധീനമില്ല, ഒരു കൈ സ്വാധീനമില്ലാത്ത, ആ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. അവൻ പക്ഷേ സ്ഥിരമായി പള്ളിയിൽ വരും. പള്ളിയിൽ വന്ന് പള്ളിയിൽ പാട്ട് പാടുമ്പോൾ, പള്ളിയിൽ വചനം വായിക്കുമ്പോൾ അവനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായിരിക്കും അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിൻ്റെ മക്കൾ ആ നാളുകളിൽ ആരാധനയ്ക്ക് വരുമ്പോൾ അവർ ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു വാചകമായിരുന്നു ഇത്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവനത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ കൈയുടെ ഈ വരൾച്ച ഒരു പ്രശ്നമാണ്. പക്ഷേ അവനത് പറയാനായിട്ട് ഒരു തടസ്സവുമില്ല. അങ്ങനെ ഒരു ദിവസം ആ ആരാധനയിൽ യേശു അവനെ കണ്ടു. യേശു അവനെ കണ്ടിട്ട്
യേശു അവൻ്റെ എല്ലാവരുടെയും നടുവിൽ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് യേശു അവനോട് പറയുകയാണ്, നിൻ്റെ കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഓരോ ദൈവ ആരാധനയിലും ദൈവം ഇതുപോലെ വെളിപ്പെട്ടു വരും കേട്ടോ. ഓരോ ആരാധനയിലും ദൈവം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. നമ്മൾ ദൈവ ആരാധനയിൽ വന്നിരുന്ന് പാട്ട് പാടണം. അപ്പോൾ ഈ മനുഷ്യൻ എന്തായിരിക്കും പാട്ട് പാടിയത്? അയാൾ പാടിയ പാട്ടാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ മക്കൾ ആരാധിക്കാൻ വരുമ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഏതാണ്? ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കമുള്ളത്, ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കമുള്ളത്. അവൻ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നിരിക്കും. അപ്പോൾ പള്ളിയിൽ വരിക, പാട്ട് പാടുക. രണ്ടാമത്, അവൻ്റെ കയ്യിൽ വരൾച്ചയുണ്ട്. പക്ഷേ അവൻ മുഖ്യസ്ഥാനം യെരൂശലേമിന് കൊടുത്തു, ദൈവ ആരാധനയ്ക്ക് കൊടുത്തു, പള്ളിയിൽ വരാനായിട്ട് കൊടുത്തു. അവൻ മുഖ്യസ്ഥാനം അതിന് കൊടുത്തു. എന്നിട്ട് അവൻ്റെ വായിൽ ഫോഷ്കൊണ്ടായിരുന്നോ? ഇല്ല, കൈക്കായിരുന്നു പ്രശ്നം. വാ കൊണ്ട് അവൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. നാലാമത്തെ കാര്യം, അവൻ ദൈവത്തെ ആരാധിക്കാനായി അവിടെ വന്ന് എല്ലാവരോടും കൂടി ചേർന്നിരുന്ന് മഹത്വം ദൈവത്തിന് കൊടുത്തു. ദൈവം ഉന്നതനാണെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആരാധനയുടെ ആ പ്രോസസ്സ് അവൻ ചെയ്ത് അവൻ്റെ ഹൃദയത്തിനുള്ളിൽ അവൻ സുവിശേഷത്തെ ഫിക്സ് ചെയ്തു. അവനറിയാം, ഓരോ പള്ളിയിൽ ഓരോ ആഴ്ചയും വരുമ്പോൾ എന്ത് കിട്ടും? വചനം കിട്ടും. ആ വചനം സ്ഥിരമായ വചനമാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ആ വചനത്തെ ഉള്ളിൽ അവൻ ചേർത്ത് വെച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ്റെ ഈ ആരാധനയുടെ മധ്യത്തിൽ അവനെ ദൈവം ഉയർത്തി നിർത്തി. എല്ലാവരുടെയും മുമ്പിൽ ദൈവം അവൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം നിങ്ങൾക്ക് നേരിട്ട് വെളിപ്പെടും. ഒരു സെക്കൻഡറി ആയിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടി വരില്ല. ദൈവം നിങ്ങളോട് നേരിട്ട് ഇടപെടും. എന്നിട്ട് ചോദിക്കും, എന്താണ് നിൻ്റെ പ്രശ്നം? നിങ്ങൾ പറയണം, എൻ്റെ പ്രശ്നം ഇതാണ്. കൈയുടെ പ്രശ്നമായിരുന്നു. ഒരുപക്ഷെ അവൻ്റെ കൈ പൊക്കാൻ പറ്റാത്തതായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ പല രീതിയിലുള്ള വരൾച്ചകളായിരിക്കും നമ്മളെ ബാധിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ്റെ കൈയുടെ ഒരു വരൾച്ചയാണ് പറയുന്നതെങ്കിലും ആത്മീകമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപക്ഷെ സാമ്പത്തികമായുള്ള വരൾച്ചയായിരിക്കും നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം നന്നായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു വരൾച്ചയായിരിക്കും. കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വരൾച്ചയായിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല എന്നുള്ള ഒരു വരൾച്ചയായിരിക്കും. വരൾച്ചകൾ ഇതുപോലെ പലതായിരിക്കും. പക്ഷേ നിങ്ങൾ ദൈവം നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ 5 പ്രോസസ്സിലൂടെ ദൈവത്തെ നമ്മളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരും. എന്നിട്ട് ദൈവം നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഒരു ദിവസം നമ്മുടെ ജീവിതത്തെ അവൻ സൗഖ്യമാക്കും. അവന് ആ സൗഖ്യം കിട്ടി സന്തോഷത്തോടെ അവൻ മടങ്ങുകയാണ്. നമ്മൾ ഇന്നു മുതൽ ആഗ്രഹിക്കുന്ന പള്ളിയിൽ വരുമ്പോൾ ഈ സന്തോഷം പ്രാപിച്ച് എന്ത് ചെയ്യണം? മടങ്ങണം. അന്നിരുന്ന് നിങ്ങൾ പറയണം, കർത്താവ് എനിക്കിങ്ങനെ ഒരു വരൾച്ചയുണ്ട്, ഇന്ന് ഞാൻ പള്ളി വിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? അത് മാറണം. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു പെയിനുണ്ട്, വേദനയുണ്ട്, ഇന്ന് ഞാൻ പള്ളി വിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? അത് മാറ്റി എന്നെ വിടണം. അത് ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതാ പറയേണ്ടത്? ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്.